ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ 56-ാം ദിവസത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ഈ ബിഗ് ബോസ് തുടങ്ങിയത് അന്ന് മുതൽ ഈ നിമിഷം വരെയും ഞാൻ റിവ്യൂ പറയുന്നത് ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നടന്ന കാര്യങ്ങളാണ് കേട്ടോ. ആരോടും ഒരു ഫേവറിസം കാണിക്കാതെ തന്നെയാണ് ഞാൻ റിവ്യൂ പറഞ്ഞു പോകുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് പറയുവാണ്, നമുക്ക് മത്സരാർത്ഥികളുടെ തന്ത്രങ്ങൾ അവിടെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, നേരെ ഹൗസിനകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഹൗസിനകത്തേക്ക് പോകുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എണീറ്റുന്ന ഹായ് ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ് ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ, ഇരിക്കുക, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞയച്ച കുറച്ച് അതിഥികൾ നിങ്ങളെ കാണാൻ വീണ്ടും വന്നിരിക്കുകയാണെന്ന രീതിയിൽ. അപ്പോൾ ആരാണെന്ന് നോക്കുന്നുണ്ട്, അതായത് വീട്ടിലെ ആൾക്കാരാണോ വന്നിരിക്കുന്നത്, കുടുംബാംഗങ്ങൾ വരുമല്ലോ അവരാണോ? അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ആരാണെന്ന് പറയും. നോറ, എനിക്കറിയാം, ഞാൻ പറയട്ടെ, പറഞ്ഞോ? ലാലേട്ടൻ പറഞ്ഞു ആരാണ്? അത് സുരേഷ് ചേട്ടനല്ലേ? സുരേഷാണ്. അപ്പോൾ നോറയ്ക്ക് ഭയങ്കര സന്തോഷം. ഷോടാ, ഞാൻ പറഞ്ഞ ആൾ തന്നെയാണോ ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നുള്ളൊരു ഭയങ്കര ആശ്ചര്യത്തിൽ നിൽക്കാൻ കേട്ടോ. അതിനുശേഷം നമ്മളെ 4 പേരെ കാണിക്കുന്നു. ആരൊക്കെയെന്ന് അറിയാമോ? നമ്മുടെ എലി, അതുപോലെ എക്രമോൻ, പിന്നെ ആരാണ് റോളക്സ്, നമ്മുടെ ജാൻ, ഇവർ 4 പേരുമാണ്. അപ്പോൾ ലാലേട്ടനോട് സംസാരിക്കുന്നുണ്ട്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആരെ ഇവിടെ ആദ്യം മരിച്ചത്? അപ്പോഴത്തേക്ക് ജാൻ, ലാലേട്ട ഞാനാണ്. ജിമ്മനുണ്ടല്ലോ, അവന് ബുദ്ധിയൊന്നും പറയണില്ല, അവൻ എവിടേക്ക് വായി നോക്കിപ്പോയി നിന്നിട്ട് അപ്സരുണ്ടല്ലോ, അവൾ വന്ന് എന്നെ കൊന്നു കളഞ്ഞു എന്ന രീതിയിൽ നമ്മുടെ ജാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ടീം അംഗങ്ങളായിട്ടുള്ള ഡെന്നിലെ ജാസ്മിൻ എണീറ്റ് കാര്യം പറയുന്നുണ്ട്. ലാലേട്ടൻ, ഞാൻ ജിൻഡോ അടുത്ത് പറഞ്ഞു നമുക്ക് ഗ്രൂപ്പ് എല്ലാവരും ടൈപ്പ് ആകാം, പക്ഷെ നമ്മൾ ആരെയും വിശ്വസിക്കേണ്ട, പക്ഷേ നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞാണ് നടന്നത്. അപ്പോഴത്തേക്ക് ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരാണ് ബലൂൺ പൊട്ടിച്ചെന്ന് പറയുന്നല്ലോ. അപ്പോൾ ശ്രീ എണീറ്റ് നിന്നിട്ട് എന്താ സേട്ടാ കുറേ എതിർപ്പാർത്തു, ഇപ്പോൾ ലാലേട്ടൻ വന്ന് പറഞ്ഞപ്പോഴല്ലേ അറിഞ്ഞതെന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ അപ്സര എണീറ്റെന്ന് പറയുന്നുണ്ട്. അപ്സരാണല്ലോ ഈ ബലൂൺ പൊട്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ ഒരു ടാസ്ക് പോയിരിക്കുന്നത്. അതായത് ഇവർ ഓരോരുത്തരെ നെക്സ്റ്റിൻ്റെ ആണ് നമ്മുടെ ഇക്രമോനാണല്ലോ. അപ്പോൾ ഇക്രമോൻ പറയുന്നുണ്ട് അവരെന്നെ നല്ലോണം കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർ തമിഴ്ക്കാരി പെണ്ണുണ്ടല്ലോ മറപ്പുരയിൽ പോയി ഇരിക്കേണ്ട, അതായത് ഇവർ സ്മോക്കിംഗ് ഏരിയയിൽ പോയില്ല, അപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തോ നടക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ നന്ദന വന്ന് കൊന്നല്ലോ, അവൾ ചട്ടമ്പിയൊക്കെ അവൾ കൊള്ളാൻ കേട്ടോ, അവൾ അടിപൊളിയാണെന്ന രീതിയിൽ നമ്മുടെ നന്ദനെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഓരോരുത്തരായിട്ട് സംസാരിച്ചു. പക്ഷേ നമ്മളെ റോളക്സ്, നമ്മളെ സായി വലിയ കാര്യത്തിൽ റോളക്സ് എന്ന് പേരിട്ടു, പക്ഷേ റോളക്സ് തിരിഞ്ഞു കുത്തി. സായിയോട് പറയുന്നു, അല്ലെങ്കിൽ ആ പവർ ടീമിനെ കുറിച്ച് ഒരു പവറും ഇല്ല, ഞാൻ അവിടെ പോയി സുഖിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കയറരുത്, പക്ഷേ എന്നെ ഒന്ന് കൊന്നു കളഞ്ഞു എന്ന രീതിയിൽ സംസാരിക്കുന്നു. അതിനുശേഷം നമ്മളെ എലിയാണ് കേട്ടോ, നന്നായിട്ടിരിക്കുന്നുണ്ട്, ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോഴത്തേക്ക് ഋഷിയൊക്കെ പറഞ്ഞ് നമ്മളുണ്ട് കേട്ടോ, എന്തുണ്ടെങ്കിലും നമ്മളടുത്ത് അറിയിച്ചാൽ മതി, നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതാണെന്ന രീതിയിൽ. അതിനുശേഷം ഇവർ നല്ലോണം ആരാണ് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ അവർ നെക്സ്റ്റ് ടീമാണ് കേട്ടോ. അങ്ങനെ ക്യാപ്റ്റൻ പോയിട്ട് ഒരു മൊമെൻ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇക്രുമോനെ കൊണ്ട് കരഞ്ഞതൊക്കെ ലൈവിൽ ഒത്തിരി ഉണ്ടായിരുന്നു. ആരങ്ങ് നല്ല രസമായിരുന്നു. എൻ്റെ ഇക്രുമോനെ നീ ഞങ്ങളെ വിട്ടു പോയോടോ എന്നൊക്കെ രീതിയിൽ സമയമാ രഥത്തിലൊക്കെ പാടിക്കൊണ്ട് പോകുമായിരുന്നു. എപ്പിസോഡിൽ അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അതിനുശേഷം പ്രേതത്തിൻ്റെ സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതിനെ ലാലേട്ടനെ സ്റ്റേജിൽ വന്ന് പ്രേതത്തെ പോലെ അങ്ങനെയൊക്കെ ആൾക്കാർ വന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ ചോദിക്കുന്നുണ്ട് നിനക്ക് പ്രേതത്തെ പേടിയുണ്ടോ? അപ്പോൾ പറഞ്ഞാൽ എനിക്ക് പേടിയുന്നുണ്ട്, ജീവനുള്ള മനുഷ്യരാണ് എനിക്ക് പേടിയെന്ന രീതിയിൽ. ഇപ്പോൾ ഓഡിയൻസൊക്കെ ചിരിക്കുന്നുണ്ട്. ഋഷി എന്ന് വെച്ചാൽ ഋഷിയെ പറഞ്ഞ് പേടിപ്പിച്ചതാണല്ലോ, അപ്പോൾ രംഗങ്ങളൊക്കെ ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. പിന്നെ ശരണ്യയും ശ്രീരേഖ, ഒരാൾക്ക് ഹോസ്റ്റൽ റൂമിൽ വെച്ചിട്ടാണ് പ്രേതത്തെ കണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഹോട്ടൽ റൂമിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവരവരുടെ എക്സ്പീരിയൻസ് പറയുന്നത്. പിന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഗബ്രിയൊക്കെ വാഷ്റൂം ഏരിയക്കകത്ത് കണ്ണാടിയിൽ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചില്ലേ, അത് കാണിക്കുന്നു. പിന്നെ ജാസ്മിനും ഋഷിയും ബാത്റൂമിൽ പോകുന്നതും പേടിക്കുന്നതൊക്കെ രംഗം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ, അത് കാണിക്കുന്നു. അതിനുശേഷം നമ്മുടെ രതീഷിനെ പേടിപ്പിക്കുന്നത്, ജിൻഡോ തിരിച്ച് പേടിപ്പിക്കുന്നതും അങ്ങനെ രംഗങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഫസ്റ്റ് റൗണ്ട് അങ്ങനെ കടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്നങ്ങനെ വലിയ രീതിയിൽ എനിക്കങ്ങനെ ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതിനുശേഷം മഞ്ഞുമൽ ബോയ്സ് റിലീസായിട്ടുണ്ടല്ലോ ഹോട്ട്സ്റ്റാറിൽ, അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അതിനെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ഒരു ടാസ്ക്കാണ്. അതായത് ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ പോവുക, ആക്ടിവിറ്റി ഏരിയക്കകത്ത് ഒരു കൂട് പോലെയുണ്ട്, അതിനകത്ത് കയറി നിൽക്കുക, കുറച്ച് താക്കോൽ അവിടെ ഇട്ടേക്കും. അപ്പോൾ അത് പോയിട്ട് കൂട് തുറന്ന് ആളെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു തീമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നെസ്റ്റിൽ നിന്നും അപ്സരയും, ഡെന്നിൽ നിന്ന് അൻസിബയും, പവർ റൂമിൽ നിന്ന് ശരണ്യയും, നമ്മുടെ ടണൽ ഗ്രൂപ്പിൽ നിന്ന് നോറയെ. അപ്പം നോറയാണ് ആദ്യം വിളിക്കുന്നത്. അപ്പോൾ നോറ അങ്ങനെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോറ ആക്ടിവിറ്റി ഏരിയയിൽ പോയി ബിഗ് ബോസിലെ ആൾക്കാർ തന്നെ വന്നിട്ട് നമ്മുടെ നോറനെ ഓരോ പോകുന്ന ആൾക്കാരെ ലോക്ക് ചെയ്യുന്നത് ബിഗ് ബോസിലെ ആൾ പ്രതിനിധി വന്നിട്ടാണ് ലോക്ക് ചെയ്യുന്നത്. അതിനുശേഷം ബിഗ് ബോസ് അനൗൺസ്മെൻറ്റേയും ഓരോരോ ടീമുകാർ പോകാൻ പറയും. അങ്ങനെ നമ്മുടെ നോറ ഫസ്റ്റ് പോകുന്നു. പിന്നെ ടണൽ ഗ്രൂപ്പിലെ അംഗങ്ങൾ പോയി താക്കോൽ നോക്കുക എന്ന രീതിയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പോയി താക്കോലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്, അവിടെ നോക്കുന്നു, ഇവിടെ നോക്കുന്നു. അതിനുശേഷം താക്കോൽ കിട്ടുന്നു. അപ്പം നമ്മുടെ റസ്മിനാണ് നമ്മുടെ നോറയെ റിലീസ് ചെയ്യിക്കുന്നത്. റസ്മിന് അത് കിട്ടിയ താക്കോൽ വെച്ചിട്ടാണ് പെട്ടെന്ന് ഇത് റിലീസ് ചെയ്യിക്കുന്നത്. അങ്ങനെ ഒരു പുറത്ത് സന്തോഷത്തോടെ വരുന്നു. അങ്ങനെ ഒരു ഗെയിം, അങ്ങനെ ഓരോരുത്തരായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അൻസിബയെ
അപ്സരേനെ നമ്മുടെ ജാസ്മിനാണ് റിലീസ് ചെയ്യിക്കുന്നത്, താക്കോൽ എടുത്തതാക്കുന്നത്. അതുപോലെ തന്നെ ശരണ്യേന് സായി ഡേയിലാണ് ആ താക്കോൽ കിട്ടുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അപ്സര എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞാൽ ഈ അപ്സര ഡെവലപ്പ് നല്ലോണം അപ്സര ആക്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ ചേട്ടാ എന്നെ രക്ഷിക്കൂ ഓടി വരൂ എന്നൊക്കെ രീതിയിൽ. അപ്പോഴത്തേക്ക് നമ്മുടെ രതീഷ് നല്ലോണം അത് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രതീഷിൻ്റെ താക്കോലുണ്ടല്ലോ ഈ ബാക്കിലൊന്നും ഇരുന്നിട്ടുണ്ട്, അത് പിന്നെ വന്ന് താഴെ വീണിട്ടാണ് താക്കോൽ കിട്ടുന്നത് കേട്ടോ. കുറച്ച് സമയം അവരധികം എടുത്തു. അർജുനാണെങ്കിൽ പാമ്പൊക്കെ എടുത്തെറിഞ്ഞിട്ട് പാമ്പിനെയൊക്കെ പേടിപ്പിച്ച് പാമ്പിനെ അടിച്ചു മാറ്റിക്കൊണ്ട് വരികയും ചെയ്തു. ഒരു ഫണ്ണായിട്ട് എനിക്ക് തോന്നിയത് ഇവർ അപ്സരയുടെ ടീമൊക്കെ ചെയ്തത് തന്നെയാണ്. അപ്പോൾ ലാലേട്ടൻ വന്ന് രതീഷിനോട് പറഞ്ഞു, നിങ്ങളുടെ താക്കോൽ നിങ്ങളുടെ ബാക്കിലാണ് ഇരുന്നത്, അത് വന്ന് താഴെ വീണതെന്ന രീതിയിൽ. പക്ഷേ 28 സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് പൂട്ട് തുറന്ന് നമ്മുടെ ജിൻഡോ ഡെൻ ടീമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം അവരാണ് ജയിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ക്രെഡിറ്റിനെ സംബന്ധിച്ച് ജെൻഡോ എടുത്ത സമയത്ത് കുറച്ച് വാക്കുകൾ അങ്ങനെയൊന്നുമില്ല എന്ന രീതിയിൽ അവർക്ക് അംഗങ്ങളുടെ ഇടയിൽ ഒരു വിയോജിപ്പ് പോലെ തോന്നി, ചെറിയൊരു ഫൺ പോലെ നമുക്ക് തോന്നി കേട്ടോ. അതിനുശേഷം പൂവാലൻ കഴിഞ്ഞ ഒരാഴ്ച നടന്നതിൻ്റെ ആസ്പദമാക്കിയിട്ടാണല്ലോ ലാലേട്ടൻ വരുമ്പോൾ ഓരോന്നും ചോദിക്കുന്നത്. അപ്പോൾ പൂവാലനായിട്ട് നമ്മുടെ അർജുൻ അഭിനയിച്ചല്ലോ, അപ്പോൾ അത് ശ്രീരേഖയായിട്ട് അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. സതീഷ് ഏട്ടൻ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്, സതീഷ് ഏട്ടൻ ഉണ്ടായിരുന്നു, സതീഷ് ഏട്ടൻ അതാരാ, അതെൻ്റെ ഹസ്ബൻഡാണെന്ന രീതിയിൽ ചുമ്മാ ഫണ്ണായിട്ട്. അതിനുശേഷം നമ്മുടെ അഭിഷേക് ശ്രീകുമാർ വന്നിട്ട് രാവണപ്രഭുവിൻ്റെ നടിയുണ്ടല്ലോ, അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ ആ ഒരു ഡയലോഗാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ് എല്ലാവരും എന്നെയാണ് അനുകരിക്കുന്നതല്ലേ എന്ന രീതിയിൽ. അതിനുശേഷം ഋഷി അൻസിബയും വന്നപ്പോൾ അൻസിബ പറയുന്നുണ്ട്, നിന്നെ എനിക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നീ നല്ല റൊമാൻസ് ആയിട്ട് ഡാൻസ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഋഷിക്ക് നാണമായിട്ട് അവിടെ നിർത്തുന്നുണ്ട്. പിന്നെ നമ്മൾ ജിൻഡോ വന്നിട്ട് അൻസിബയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സൂര്യ ഇഷ്ടമാണോ, സൂര്യയുടെ പടം ഇഷ്ടപ്പെടുന്നുണ്ടോ, ഞാനും അഭിനയിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നു. അതിനുശേഷം നോറ, അതായത് ഇവർ പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരമാണ് ഇവർ രണ്ടുപേരും കൈകെട്ടി ഒരു ടാസ്ക് വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നോറ എന്താണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നോറ കുറച്ച് കഥയൊക്കെ പറയുന്നുണ്ട്, അനിയത്തിൻ്റെ കഥയും പിന്നെ വാപ്പയെ പുകവലി കാരണം എനിക്ക് ശ്വാസം മുട്ടൊക്കെ വരും. അപ്പോഴത്തേക്ക് ജിൻഡോ പറഞ്ഞു, സാർ ഞാൻ അതങ്ങനെ ഒരു ഗെയിമിൻ്റെ ഭാഗത്തിലൊരു പ്രൊവോക്കിങ് പറഞ്ഞതാണ്, ഞാൻ അങ്ങനെ സിഗരറ്റ് വലിക്കാനൊന്നും പോയിട്ടില്ല, ഇവൾ ചുമ്മാ പറയുകയാണെന്ന രീതിയിൽ ജിൻഡോ അതിനെ എതിർത്ത് സംസാരിച്ചു. അപ്പോൾ ജിൻഡോനെ സപ്പോർട്ട് ചെയ്ത് അപ്സരയെ സംസാരിച്ചു. ഞങ്ങൾ വിചാരിച്ചു ജിൻഡോ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്, പക്ഷേ ജിൻഡോ ചേട്ടൻ അന്നില്ല, നോറ അത് ഒന്ന് സഹകരിച്ചിരുന്നെങ്കിൽ നന്നായിട്ട് കൊണ്ടുപോകാമായിരുന്നു. അപ്പോൾ നോറയുടെ മുഖമെല്ലാം കടന്നൽ കുത്തിയതുപോലെ കേട്ടോ. അപ്സരയും ജിൻഡോ ഇങ്ങനത്തെ പറയേണ്ട ഒരു സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ കുറിച്ച് കാര്യങ്ങളാണ്. പിന്നെ നടക്കുന്നത് ക്യാപ്റ്റനെ കുറിച്ചിട്ടാണ്. എന്താണ് അപ്പോൾ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ക്യാപ്റ്റൻ അത്ര പവറില്ലായിരുന്നു. പ്രത്യേകിച്ച് അൻസിബ ഒരു ആരോപണം ഉന്നയിച്ചു, ഞാൻ കിച്ചണിൽ ജോലിയായിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് തുണി കൊണ്ടുവയ്ക്കാൻ സ്റ്റോർ റൂമിൽ വെക്കാനായിട്ട് പെട്ടിയിൽ കൊണ്ടുവയ്ക്കാനായിട്ട് എന്നെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അതേസമയം ജാസ്മിൻ്റെ കിടന്നുറങ്ങിയപ്പം ജാസ്മിൻ്റെ പെട്ടിയെ ഒരു ക്യാപ്റ്റനായിട്ട് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഒരു പക്ഷഭേദം കാണിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നി എന്ന രീതിയിൽ ക്യാപ്റ്റനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ലാലേട്ടൻ അടുത്ത നെക്സ്റ്റ് ക്യാപ്റ്റൻ വരുന്നത് ഋഷിയാണല്ലോ. അപ്പോൾ ടണൽ ഗ്രൂപ്പിനെ കുറിച്ച് അഭിനന്ദനമൊക്കെ കൊടുത്തിട്ട് ഓരോ പഴയ ക്യാപ്റ്റന്മാർ ഋഷിക്ക് വിഷ് ചെയ്യണം. അപ്പോൾ റസ്മിൻ ശരിയാണ്, ഇവിടെ ആൾക്കാർ പറയുന്നത് എനിക്ക് പേഴ്സണൽ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ ജിൻഡോ ഒന്നും ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചിട്ടൊന്നുമില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നു. പിന്നെ പഴയ ക്യാപ്റ്റന്മാർ പുതിയ ക്യാപ്റ്റന് ഒരു അഡ്വൈസ് കൊടുക്കാൻ ലാലേട്ടൻ പറഞ്ഞ സമയത്ത് റസ്മിൻ പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്താലും അവസാനം നമുക്കത് തെറ്റുകൾ ആൾക്കാർ ചൂണ്ടിക്കാണിക്കും എന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് ജാസ്മിൻ പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ ഈ ആഴ്ച നീ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ഓക്കെ, അടുത്ത ആഴ്ച അവന് ഹാപ്പി ആയിരുന്നു, നീ ദേഷ്യമായിരുന്നു അടുത്ത ആഴ്ച അത് തന്നെ പറയും. അപ്പോൾ ന്യായമായിട്ടുള്ള കാര്യം ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ പറഞ്ഞ സമയത്ത് ജിൻഡോ തന്നെ പറഞ്ഞു, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അത് അംഗീകരിക്കുകയും വേണം എന്ന രീതിയിൽ ലാലേട്ടന് മുമ്പ് ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ റസ്മിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അതിനുശേഷം ഋഷി വന്നൊരു മറുപടി പ്രസംഗം പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ഞാൻ മാക്സിമം ട്രൈ ചെയ്യും, നിങ്ങൾ ആരും എന്നെ കൊല്ലരുത് എന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നത്, മോനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ വാഷ്റൂമിൽ ആ സൈഡിൽ ആ മിറർ ഉണ്ടല്ലോ അവിടെ പോയി നോക്കി നിന്നാൽ മതി, നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുന്ന രീതിയിൽ ചിരിച്ചൊരു ഫണ്ണായിട്ട് രീതിയിൽ ലാലേട്ടൻ പറഞ്ഞു. അതിനുശേഷം നമുക്ക് എവിക്ഷൻ്റെ കാര്യങ്ങൾ, എവിക്ഷൻ നോമിനേഷൻ വന്നിരിക്കുന്ന 5 പേരെ അത് ഏൽപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇന്നലെ 9 പേരായിരുന്നു, അതിൽ ഒരാൾ ഗബ്രി ഔട്ടായിരിക്കുന്നു. അപ്പോൾ അത് 5 പേരുണ്ട്. അപ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നതിന് ഇപ്പോൾ നോറ പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണെന്ന രീതിയിൽ എല്ലാവരും പറഞ്ഞു. അപ്പോൾ ജിൻഡോ പറഞ്ഞ് ഗബ്രിയുടെ ഒപ്പം ഞാൻ പുറത്ത് പോയതാണ്, പക്ഷേ പ്രേക്ഷകർ എന്നോട് നിർത്തുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടെന്ന രീതിയിൽ. അപ്പോൾ ലാലേട്ടൻ നമ്മുടെ സ്റ്റോർ റൂമിനകത്ത് റസ്മിനെ പറഞ്ഞയക്കുന്നു, അവിടെ ഒരു ക്യൂ കാർഡ് എടുത്തോട്ട് വരുന്നു, എല്ലാവരുടെ കയ്യിലും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരുമിച്ച് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവരാരും എവിക്റ്റഡ് അല്ല കേട്ടോ. പക്ഷേ എനിക്കത് എന്തോ വലിയ തോന്നി, ഞാനൊരു നോമിനേഷൻ ഒരു എവിക്ഷനൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മുടെ രതീഷാണ് പോയിരിക്കുന്നത്. രതീഷ് ഗസ്റ്റായിട്ട് വന്നിട്ട് ഗസ്റ്റായിട്ട് പോയിരിക്കുകയാണ്. എനിക്ക് തോന്നി സീസൺ 6 ആരും ഈ ഒരു നോമിനേഷൻ അത്ര ഒരു സീരിയസ് ആയിട്ട്
എടുക്കുന്നില്ല കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ചിട്ട്. എനിക്ക് അങ്ങനെ പേഴ്സണലായിട്ട് തോന്നി കേട്ടോ. എന്തായാലും നമ്മുടെ എന്താ പറയുക രതീഷ് പോകുന്ന അറിഞ്ഞ സമയത്ത് ജിൻഡോയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഒരു നല്ല ഒരു എന്താ പറയണ്ട ഉള്ളിൽ തട്ടിയിട്ടുള്ള ഒരു കരച്ചിൽ തന്നെയായിരുന്നു ജിൻഡോയ്ക്കുള്ളത്. അങ്ങനെ പുറത്ത് വന്നിട്ട് ഒരു പാട്ടൊക്കെ പാടുന്നു. ഇത്തിരി ദുഃഖവും കണ്ണുനീരും മാത്രം നൽകുവാനായിരുന്നെങ്കിൽ എന്തിന് യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടി എന്ന രീതിയിലൊക്കെ പാടിയിട്ട് പിന്നെ കൈകൊട്ട് പെണ്ണെ കൈകൊട്ട് ആ പാട്ടൊക്കെ പാടി നമ്മുടെ രതീഷ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് യാത്രയായിരിക്കുകയാണ്. ജിൻഡോയ്ക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. നല്ല വിഷമമായിട്ടുണ്ട് ജിൻഡോ. ഒരു വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ചായാൻ തോളുമായിട്ട് രതീഷ് വന്നത്. അതിനുശേഷം രതീഷ് നമ്മുടെ ലാലേട്ടൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ലാലേട്ടന് എല്ലാവരെക്കുറിച്ച് അനലൈസിസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് അൻസിബി ശ്രീധുവിനെ അവിടെ എടുത്ത് പറയുന്നുണ്ട്. അവരൊക്കെ ഒരു സേഫ് ഗെയിമറായിട്ട് വന്നതാണ്. പക്ഷേ ഇപ്പോൾ അവർ നന്നായിട്ട് ഫെയറായിട്ട് കളിച്ചു വരുന്നുണ്ട്. നോറ അതുപോലെ ഞാൻ ആദ്യം എവിക്ഷൻ ആയ സമയത്ത് നോറ എവിക്ഷൻ ആവുമെന്ന് വിചാരിച്ചത്. പക്ഷേ നോറ അവിടെ നിന്നൊരു ഫെയറായിട്ട് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. ജിൻഡോ ചോദിച്ചപ്പോൾ ജിൻഡോ അവൻ പൊളിയാണ്, അവൻ അടിപൊളിയാണെന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ വന്നിട്ട് ഹൗസിലെ അംഗങ്ങളടുത്ത് ബൈ പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു നാളെ ടാസ്കുമായി ബന്ധപ്പെട്ട് കുറച്ച് അതിഥികളൊക്കെ വരും, പുതിയ പുതിയ ടാസ്കുകൾ വരെയാണ്, പൂർവാധികം ശക്തിയോടെ കളിക്കുക എന്ന് പറഞ്ഞ് ലാലേട്ടൻ അവരോട് ബൈ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം മനുഷ്യത്വത്തിൻ്റെ നിമിഷങ്ങളാണ് നമ്മെ എല്ലാവരും ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ നല്ലൊരു മനുഷ്യത്വമായിട്ട് നല്ല മനുഷ്യത്വപരമായിട്ട് എല്ലാവരും പെരുമാറുക എന്നുള്ളൊരു സന്ദേശം നൽകിക്കൊണ്ട് ലാലേട്ടൻ കടന്നു പോയിരിക്കുകയാണ്. അതിനുശേഷം റസ്മിൻ വന്നിട്ട് ജിൻഡോ ഇനി തനിക്ക് ഒരു പരിഗണന ഇവിടെ തരത്തില്ല, അതായത് തെറ്റുകൾ അംഗീകരിക്കണമെന്ന് ലാലേട്ടന് മുമ്പ് വെച്ച് റസ്മിനെ പറഞ്ഞല്ലോ ജിൻഡോ. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിൽ വന്നിട്ട് ജിൻഡോയുടെ സംസാരം താൻ പാടോ എന്നൊക്കെ രീതിയിൽ, അപ്പോഴത്തെ കള്ളത്തരങ്ങളുടെ രാജാവാണ് എന്നൊക്കെ രീതിയിൽ റസ്മിൻ ജിൻഡോ വിളിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പോടി അവിടെ നിന്ന്, നീ എന്നെ ഇങ്ങോട്ട് കളിപ്പിക്കാൻ വരുന്നു, കളി പഠിപ്പിക്കാൻ വരുന്നു, നീ പോടി, എൻ്റെ അവതാരത്തിലാണേണ്ടി നീ നിന്നെന്ന രീതിയിൽ അവർ തമ്മിൽ ചെറിയ ജഗട. ഇതേ വിഷമം തീർക്കാനായിട്ട് നേരെ നോറയോടും അതുപോലെ ഋഷിയോടും പോയിട്ട് റസ്മിൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നോറ പറയുന്നത് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്കും വിഷമം, നീ അത് വിട്ടുകളെന്ന രീതിയിൽ റസ്മിനെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നടന്നത് കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യം നമ്മുടെ രതീഷ് എവിക്റ്റ് ആയിരിക്കുകയാണ്. ഈ ഷോ സ്ക്രിപ്റ്റഡ് അല്ല എന്ന രീതിയിൽ തന്നെയാണ് രതീഷ് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. ഇനി നാളത്തെ ദിവസം എന്തൊക്കെയാണ്, പുതിയൊരാഴ്ചയാണ്, പുതിയ പുതിയ സംഭവ വികാസങ്ങൾ, പുതിയ പുതിയ ടാസ്കുകൾ, പുതിയ പുതിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂമായി ഞാൻ വരാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ കണ്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. അപ്പോൾ എന്തായാലും നാളത്തെ റിവ്യൂ ഞാൻ വരാം. അതുവരെ നിങ്ങൾ ഇവിടെ പറയുന്നു ബിജി രമേശ് വ്ലോഗിലെ ബിജി. ബൈ ബൈ.